എന്തുകൊണ്ട് മലങ്കര ഓർത്തഡോക്സ് സഭ കുത്തിക്കാട്ടിൽ പൗലോസ് മാർ അത്താനാസ്യോസ് അതായത് ആലുവയിലെ വലിയ തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ഇത്ര ശ്രേഷ്ഠമായി ആചരിക്കുന്നു? പലർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ്. വിഘടിത വിഭാഗത്തിന് നേതൃത്വം കൊടുത്ത ഈ മെത്രാച്ചന്റെ ഓർമ്മ ഓർത്തഡോക്സ് സഭ എന്തിന് ഇത്ര ഭംഗിയായി ആചരിക്കണം? അതിൽ അറിയപ്പെടാത്ത ചില ചരിത്രങ്ങളുമുണ്ട്. സഭാതർക്കം അതിന്റെ ഏറ്റവും കലുഷിതമായ കാലങ്ങളിൽ ഇരു വിഭാഗങ്ങളുടെയും അധ്യക്ഷന്മാർ തമ്മിൽ നിലനിന്നിരുന്ന ആത്മാർത്ഥമായ സൗഹൃദം. അതിന്റെ ഏറ്റവും അർത്ഥവത്തായ ഉദാഹരണമാണ് ആലുവയിലെ വലിയ തിരുമേനിയും പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവയും തമ്മിൽ നിലനിന്നിരുന്നത്. രണ്ടുപേരും രണ്ട് വിഭാഗത്തിലെ ഉന്നത സ്ഥാനീയർ. പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവ മലങ്കര ശ്ലൈഹിക സിംഹാസനത്തിലെ മെത്രാപോലിത്തയും കാതോലിക്കയുമായി വാണരുളുന്നു. വലിയ തിരുമേനി അനൌദ്യോഗിക പക്ഷത്തിലെ മലങ്കര മെത്രാപോലിത്തയുമായി ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിൽ വാഴുന്നു. ബാവ പ്രതിയായും കുത്തിക്കാട്ടിൽ മെത്രാച്ചൻ വാദിയായും വിഘടിത പക്ഷത്തു നിന്നും കൊടുത്ത കേസുകൾ നടക്കുന്ന കാലം. പലപ്പോഴും ഗീവർഗീസ് ദ്വിതീയൻ ബാവ ആലുവ വഴി പോകുമ്പോൾ വലിയ തിരുമേനിയെ സെമിനാരിയിലേക്ക് ക്ഷണിക്കുകയും ആലുവയിലെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് പലവുരു ബാവയുടെ കൈമുത്തുകയും ചെയ്യുമായിരുന്നു. അതായത് പരിശുദ്ധ ബാവയെ അദ്ദേഹം ഉന്നത സ്ഥാനിയായി കരുതിയിരുന്നു എന്നതിന് ഉദാഹരണമാണ്. മാത്രമല്ല നേർച്ച കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നത് യാക്കോബായക്കാരും അംഗീകരിക്കുന്ന സത്യമാണ്. ഈ ഒരു സൗഹൃദം നിലനിന്നത് കൊണ്ട് തന്നെയാണ് വലിയ തിരുമേനി കാലം ചെയ്തപ്പോൾ ഗീവർഗീസ് ദ്വിതീയൻ ബാവ ആലുവ തൃക്കുന്നത്ത് എഴുന്നള്ളി വന്ന് വിങ്ങി പൊട്ടിക്കൊണ്ട് ഒരു തെമസ്താക്രമം പൂർത്തീകരിച്ചത്. വലിയ തിരുമേനിയെ സംബന്ധിക്കുന്ന മറ്റൊരു പ്രധാന സംഭവമാണ് ഔഗ്യൻ ബാവയെ മർദ്ദിച്ചവർ ആലുവയിൽ അദ്ദേഹത്തെ കാണുവാൻ ചെന്നത്. പിറവം പള്ളിയിൽ ഹാശായുടെ വലിയ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിയെത്തിയതായിരുന്ന ഔഗ്യൻ ബാവയെ ഒരു പറ്റം പാത്രിയാർക്കീസ് ഭക്തന്മാർ സംഘം ചേർന്ന് ആക്രമിച്ചു. കാപ്പിത്തണ്ട് വെട്ടി പുറത്തിന് തള്ളി, പള്ളിമുറ്റത്ത് കൂടെ വലിച്ചിറക്കി പുറത്താക്കി. ഈ മർദ്ദനത്തിന് നേതൃത്വം നൽകിയവരുടെയും മർദ്ദിച്ചവരുടെയും തലമുറ വേദന തിന്ന് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ളത് ചരിത്രത്തിന്റെ മറുവശമാണ്. പെസഹായുടെ സന്ധ്യയ്ക്ക് ഈ ക്രൂരകൃത്യം നടത്തിയ ശേഷം പിറവത്തു പള്ളി പ്രമാണിമാർ എല്ലാവരും ആലുവയിലെത്തി. കുത്തിക്കാട്ടിൽ വലിയ തിരുമേനിയെ കൊണ്ടുപോയി ഉയർപ്പ് പെരുന്നാൾ നടത്താമെന്ന ലക്ഷ്യത്തിലാണ് പോയത്. എന്നാൽ തിമോത്തിയോസ് മെത്രാച്ചൻ അവിടെ ഉണ്ടല്ലോ എന്ന് വന്നവരോട് തിരിച്ചു ചോദിച്ചു. അപ്പോഴാണ് നടന്ന കഥയൊക്കെ തിരുമേനിയോട് പറയുന്നത്. ഔഗ്യൻ ബാവയെ മർദ്ദിച്ചു എന്നറിഞ്ഞപ്പോൾ കുത്തിക്കാട്ടിൽ മെത്രാച്ചൻ രോഷം കൊണ്ടലറി, ഇറങ്ങിപ്പോയിനട എന്റെ മുറിയിൽ നിന്നും. 7 നേരം പ്രാർത്ഥിക്കുന്നവന്റെ മേൽ കുരിശ് വരയ്ക്കാൻ അറിയാത്ത നിങ്ങൾ കൈവച്ചെങ്കിൽ നിന്റെയൊക്കെ തലമുറ മുടിഞ്ഞു പോകുമെന്ന് ശപിച്ചു പറഞ്ഞയച്ചു. സ്വന്തം ആത്മീയ പിതാവ് എന്ന് കരുതിയിരുന്ന വ്യക്തി തന്നെ ഇങ്ങനെ ശപിച്ചു തള്ളി എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മാനസിക സ്ഥിതി എത്രമാത്രം വികലമെന്ന് മനസ്സിലാക്കണം. ആ ശാപം ഇന്നും പിറവത്തെ യാക്കോബായ കുഞ്ഞാടുകളുടെ തലയ്ക്ക് മുകളിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ലെന്ന് ആനുകാലിക സംഭവങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തെ കണ്ട് കൈമുത്താൻ പോയ പുറ്റാനിൽ മത്തായി കത്തനാരോട് പറഞ്ഞത്, കുറിച്ചി ബാവയുടെ അതായത് ഗീവർഗീസ് ദ്വിതീയൻ ബാവയുടെ അടുത്തുള്ള ഭരണഘടന അംഗീകരിച്ചാലും ദോഷമൊന്നും സംഭവിക്കുന്നില്ല, എങ്കിലും അല്പം ഒന്ന് കാത്തിരിക്കുന്നത് നല്ലതാണെന്ന് മനസ്സ് പറയുന്നു. കോടതികൾ തന്നെ തീരുമാനം പുറത്തുവിട്ടുകൊള്ളും. ഒരുപക്ഷെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്താൽ സാധാരണക്കാർക്കായ വിശ്വാസികൾക്ക് ദഹിച്ചെന്ന് വരുത്താൻ പ്രയാസമാണ്. കണ്ടനാട്ടെ മെത്രാച്ചൻ അതായത് ഔഗ്യൻ ബാവ എടുത്ത തീരുമാനം ദൈവത്തിൽ നിറവുള്ളതാണ്. നാമം വഴിയെ ഈ തീരുമാനത്തിന് പുറകെ എത്തിച്ചേരുന്നതാണ്. എങ്കിലും നാം ഇപ്പോൾ നിലനിൽക്കുന്ന ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് നമുക്ക് ഇപ്പോൾ അതിന് അനുവാദമില്ലാത്തതും ഏറെ വൈകാതെ തന്നെ പരിശുദ്ധ പാത്രിയാർക്കീസിന് ബാവ തിരുമനസ്സുകൊണ്ട് തന്നെ നമ്മെ യോജിപ്പിക്കുമെന്ന് മനസ്സ് പറയുന്നു. ഇതായിരുന്നു കുറ്റിക്കാട്ടിൽ മെത്രാച്ചന്റെ സഭയെ പറ്റിയുള്ള ദർശനം. ഈ ദർശനത്തെയാണ് വിഘടിത വിഭാഗക്കാർ അന്ത്യോക്യൻ അടിമത്തത്തോട് കൂട്ടിച്ചേർക്കുന്നത്. കുറ്റിക്കാട്ടിൽ വലിയ തിരുമേനിയുടെ ആത്മാവ് സ്വർഗത്തിലിരുന്ന് ഇവരുടെ പ്രവൃത്തി കണ്ട് കണ്ണുനീരൊഴുക്കുന്നുണ്ടാകും. പലപ്പോഴും പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുമായി വ്യക്തിബന്ധം വലിയ തിരുമേനി പുലർത്തിയിരുന്നു. പലപ്പോഴും പാമ്പാടി ദയറിയിൽ വരണമെന്ന ആഗ്രഹം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അച്ചക്കണ ഭയം മൂലം അത് സാധിച്ചില്ലെന്ന് മാത്രം. അത്രമാത്രം പൊത്തൻപുറത്തിന്റെ പരിശുദ്ധി അദ്ദേഹത്തെ ആകർഷിച്ചതാണ്.
എന്തായാലും പരിശുദ്ധ സഭ ഒന്നാകുന്ന ആ വലിയ നിമിഷം കാണുവാനുള്ള ഭാഗ്യം വലിയ തിരുമേനിക്ക് ലഭിച്ചില്ല. പിതാവിന്റെ മധ്യസ്ഥത തീർച്ചയായും സഭാ സമാധാനത്തിന് കാരണമായിട്ടുണ്ട്. 2 വർഷം കൂടി തമ്പുരാൻ അദ്ദേഹത്തിന് ഈ ലോകത്തിൽ അവസരം നൽകിയിരുന്നുവെങ്കിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പുരാതന അങ്കമാലി മെത്രാസനത്തിന്റെ മെത്രാപോലിത്തയായി വലിയ തിരുമേനി വാണിരുന്നേനെ.